Hi all, welcome to the next session of PYQ Masterclass. So നമ്മുടെ GS കൺക്ലൂഡ് ആയിരിക്കുകയാണ്. 2026 എക്സാംസിലെ മെയിൻസിൻ്റെ GS 1 to 4 കൺക്ലൂഡ് ആയിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഇപ്പോൾ GS 2ലെ ക്വസ്റ്റ്യനുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. സോ 2026 ഈ പ്രാവശ്യം കഴിഞ്ഞിട്ടുള്ള GS 2ലെ ഒരു ക്വസ്റ്റ്യനാണ് ഇന്ന് നമുക്കുള്ളത്. സോ GS 1 മുതൽ 4 വരെ കൺക്ലൂഡായി. സോ ഇതിൽ മോഡറേറ്റ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതിൽ എടുത്തു പറയാനുള്ളത് നമ്മുടെ GS 1 ഇപ്പോൾ ഫ്യൂജിവാര എഫക്റ്റിനെ പറ്റിയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അത് ഈ പ്രാവശ്യത്തെ വൺ ഓഫ് ദ ടഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്താണെന്ന് വെച്ചാൽ അത് കറക്റ്റായിട്ട് ആ ഫിനോമിനനും പിന്നെ അതിൻ്റെ ടെക്നിക്കാലിറ്റിയൊക്കെ അറിഞ്ഞാൽ മാത്രമേ അതിൻ്റെ ആൻസർ ചെയ്യാൻ പറ്റൂ. സോ അതൊരു നല്ല സ്പെസിഫിക് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ അതുപോലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കണ്ടൻറ് ഇല്ലാതെ ഒരിക്കലും സോൾവ് ചെയ്യാൻ പറ്റില്ല. സോ ഞാനിവിടെ പറയുന്നത് ആ കണ്ടൻറ്റ് നമ്മുടെ അർജുൻ സാറിൻ്റെ ക്ലാസ്സിൽ ഇവിടെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അർജുൻ സാർ മൾട്ടിപ്പിൾ ടൈം 2 ക്ലാസ്സിൽ അർജുൻ സാർ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫ്യൂജിവാര എഫക്റ്റിനെ പറ്റിയിട്ട് അതിൻ്റെ ടെക്നിക്കാലിറ്റി കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് വന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഒരുപാട് സ്റ്റുഡൻസിന് അത് ഹെൽപ്പായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇന്നത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഫസ്റ്റ്, ക്യാൻ ദ കോൺസ്റ്റിറ്റ്യൂഷണൽ മാൻഡേറ്റ് ഓഫ് rights-based welfare be effectively realized in the context of non-integrated governance and minimal public investment? 15 മാർക്കർ ക്വസ്റ്റ്യൻ ആണ്. സോ ഈ ക്വസ്റ്റ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ക്വസ്റ്റ്യനെ നമുക്കൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. ഫസ്റ്റ്, ക്യാൻ ദ കോൺസ്റ്റിറ്റ്യൂഷണൽ മാൻഡേറ്റ് ഓഫ് റൈറ്റ് ബേസ്ഡ് വെൽഫെയർ അതെന്താണെന്ന് നമ്മൾ അറിയണം. കോൺസ്റ്റിറ്റ്യൂഷണൽ മാൻഡേറ്റ് ഓഫ് റൈറ്റ്സ് ബേസ്ഡ് വെൽഫെയർ effectively realized in the context of non-integrated ഗവർണൻസ്. അപ്പോൾ എന്താണ് നോൺ ഇൻ്റഗ്രേറ്റഡ് ഗവർണൻസ്, എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ മാൻഡേറ്റ് ഓഫ് റൈറ്റ് ബേസ്ഡ് വെൽഫെയർ, മിനിമൽ പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ്, ഇതുപോലുള്ള ടേംസ് ഒക്കെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ക്വസ്റ്റ്യനെ കറക്റ്റായിട്ട് അഡ്രസ്സ് ചെയ്യാൻ പറ്റൂ. സോ ഇതിൽ പബ്ലിക് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നമുക്ക് അറിയായിരിക്കും, ഗവൺമെൻറ്റിന് സ്പെൻഡിങ് ആണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ മാൻഡേറ്റ് എന്താണെന്ന് നമുക്കറിയാം, കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരിക്കും. റൈറ്റ് ബേസ്ഡ് വെൽഫെയറിന് കോൺസ്റ്റിറ്റ്യൂഷണൽ മാൻഡേറ്റ് ആയിട്ട് ഏതൊക്കെ റൈറ്റ്സ് ബേസ്ഡ് വെൽഫെയറിന് വേണ്ടിയിട്ട് എന്തൊക്കെ കോൺസ്റ്റിറ്റ്യൂഷണൽ മാൻഡേറ്റ് ആണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉള്ളതെന്നാണ് ചോദിക്കുന്നത്. അത് മേജറായിട്ട് നമുക്കറിയാം. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എല്ലാവരും എഴുതും, പക്ഷേ അതിൻ്റെ കൂടെ DPSP കൂടെ ഉണ്ട്. അപ്പോൾ DPSPയിലും ഫണ്ടമെൻ്റൽ റൈറ്റ്സിലും സ്പെഷ്യലായിട്ടുള്ള ചില ആർട്ടിക്കിൾസും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ മെൻഷൻ ചെയ്യേണ്ടിയിരിക്കുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഡിമാൻഡിനെ അഡ്രസ്സ് ചെയ്യുമ്പോൾ. പിന്നീട് നോൺ ഇൻ്റഗ്രേറ്റഡ് ഗവർണൻസ്, അത് ആ ഒരു ടേമും നമ്മൾക്ക് അറിഞ്ഞിരിക്കണം, എന്നാലും മാത്രമേ നമുക്കിത് അഡ്രസ്സ് ചെയ്യാൻ പറ്റൂ. സോ നോൺ ഇൻ്റഗ്രേറ്റഡ് ഗവർണൻസ് എന്താണെന്ന് നോക്കാം. ഇൻ്റഗ്രേറ്റഡ് ഗവർണൻസ് എന്താണ്, എന്തെങ്കിലും ഒരു പോളിസി, ആ ഒരു പോളിസിക്ക് വേണ്ടിയിട്ട് എല്ലാ ഗവൺമെൻറ്റിൻ്റെ എല്ലാ പാർട്ടും ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നതാണ് നമ്മൾ ഇൻ്റഗ്രേറ്റഡ് എന്ന് പറയുന്നത്. ഇൻ്റഗ്രേറ്റഡ് ഗവർണൻസ് എന്നൊക്കെ പറയുന്നത് ഇത് നോൺ ഇൻ്റഗ്രേറ്റഡ് ആണ്. അപ്പോൾ ഓരോ ഗവൺമെൻറ്റിൻ്റെ ഓരോ ഹാൻഡും ആ ഒരു റെസ്പെക്റ്റീവ് ഹാൻഡ് അതിൻ്റെ ആയിട്ടുള്ള ധർമ്മം മാത്രം നിർവചിക്കുന്നു, അല്ലാതെ അത് ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല. സോ അതാണ് ഇവിടെ നോൺ ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോൾ ഒരു മാൽന്യൂട്രീഷൻ്റെ ഒരു ഇഷ്യൂ എടുക്കാം. അപ്പോൾ മാൽന്യൂട്രീഷൻ എന്ന് പറയുന്ന ഒരു ഇഷ്യൂ സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഹെൽത്ത് മിനിസ്ട്രിയുടെ മാത്രം ഹെൽപ്പ് മതിയോ? കറക്റ്റായിട്ട് മാൽന്യൂട്രീഷൻ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ഫുഡിൻ്റെ അപര്യാപ്തത കൊണ്ടല്ലേ, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ്. സോ ന്യൂട്രീഷ്യസ് ഫുഡ് അത് വേറെ ഡിപ്പാർട്ട്മെൻറ്റാണ്. ന്യൂട്രീഷൻ എന്ന് പറയുന്നത് വേറെ ഡിപ്പാർട്ട്മെൻറ്റാണ്. പിന്നീട് ചൈൽഡ് ആൻഡ് വുമൺ മിനിസ്ട്രി, ആ ഒരു മിനിസ്ട്രിയുടെ ഹെൽപ്പ് വേണം ഫണ്ട് അലൊക്കേഷനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. സോ അതുപോലെ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് വേണം കാര്യം കറക്റ്റായിട്ട് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇവിടെ നോൺ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള അപ്രോച്ച് ഇതിനെ പറ്റിയിട്ടാണ്, ഗവർണൻസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. സോ ഇതുപോലെ ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ അത് സോൾവ് ചെയ്യാൻ പറ്റൂ. അവിടെ ഹെൽത്ത് ഇൻവോൾവ് ആണ്, ന്യൂട്രീഷൻ ഇൻവോൾവ് ആണ്, മാൽന്യൂട്രീഷനിൽ ചൈൽഡ് ആൻഡ് വുമൺ മിനിസ്ട്രി ഇൻവോൾവ് ആണ്, പിന്നെ അതിൻ്റെ കുറേ സബ്സെക്ഷൻസ് ഉണ്ടാവും. സോ ഇതുപോലുള്ള ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യത്തിലൂടെ നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും. സോ നോൺ ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന എഫക്റ്റീവ്ലി റിയലൈസ് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷണൽ മാൻഡേറ്റ് ഓഫ് റൈറ്റ് ബേസ്ഡ് വെൽഫെയർ നമുക്ക് എഫക്റ്റീവ്ലി റിയലൈസ് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത് നോൺ ഇൻ്റഗ്രേറ്റഡ് ഗവർണൻസിലൂടെ ആൻഡ് മിനിമൽ പബ്ലിക് സ്പെൻഡിങ്ങിലൂടെ. സോ ഇതെങ്ങനെ പാർട്ട് ചെയ്യാമെന്ന് നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ ഫസ്റ്റ് പാർട്ട് ഇതാണ്, വൈ നോൺ ഇൻ്റഗ്രേറ്റഡ് ഗവർണൻസ് അണ്ടർമൈൻസ് റൈറ്റ് ബേസ്ഡ് വെൽഫെയർ. ഇതെങ്ങനെ നോൺ ഇൻ്റഗ്രേറ്റഡ് ഗവർണൻസ് എങ്ങനെ റൈറ്റ് ബേസ്ഡ് വെൽഫെയർ അണ്ടർമൈൻ ചെയ്യും. ഇത് ഫസ്റ്റ് ഒരു പാർട്ടായിട്ട് നമുക്ക് എഴുതാം. പിന്നീട് നമുക്ക് ഹൗ മിനിമൽ പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് അത് രണ്ടാമത്തെ പാർട്ടായിട്ട് നമുക്ക് എഴുതാം. ഇത് 15 മാർക്കറാണ്.
പിന്നെ അതർ ഫാക്ടേഴ്സ്, ഈ 2 ഫാക്ടേഴ്സ് മാത്രമാണോ ഗവർണൻസ് കറക്റ്റായിട്ട് വർക്കാവാത്തതിൻ്റെ കാരണം, അല്ലെങ്കിൽ റൈറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഇത് റിയലൈസ് ആവാതിരിക്കാനുള്ള കാരണം ഇത് 2 കാര്യങ്ങൾ മാത്രമാണോ, അല്ലെങ്കിൽ റൈറ്റ് ബേസ്ഡ് വെൽഫെയർ റിയലൈസ് ആവാതിരിക്കാനുള്ള അതിനെ അണ്ടർമൈൻ ചെയ്യുന്ന മറ്റ് ഫാക്ടേഴ്സ് അത് നമ്മളിതിൽ കോട്ട് ചെയ്യണം. സോ അങ്ങനെ ഈ ഒരു 3 പാർട്ടായിട്ട് വേണം നമ്മൾ ഈ ക്വസ്റ്റിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇവിടെ 3 പാർട്ടുണ്ട്. ഫസ്റ്റ്, എങ്ങനെ നോൺ ഇൻ്റഗ്രൽ ഗവർണൻസ് എങ്ങനെ അണ്ടർമൈൻ ചെയ്യുന്നു, റൈറ്റ് ബേസ്ഡ് വെൽഫെയറിനെ ഇൻ്റഗ്രേറ്റഡ് ഗവർണൻസ് എങ്ങനെ അണ്ടർമൈൻ ചെയ്യുന്നു എന്ന് എഴുതാം. പിന്നീട് പബ്ലിക് സ്പെൻഡിങ്ങിൻ്റെ കാര്യം കൊണ്ടുവരാം. പബ്ലിക് സ്പെൻഡിങ് എങ്ങനെ, ലോവർ പബ്ലിക് സ്പെൻഡിങ് എങ്ങനെ റൈറ്റ് ബേസ്ഡ് വെൽഫെയറിനെ അണ്ടർമൈൻ ചെയ്യുന്നു എന്നുള്ള കാര്യം എഴുതാം. പിന്നീട് 3ാമത്തെ പാർട്ടിലാണ് നമ്മൾ അതർ ഫാക്ടേഴ്സ്, ഈ ഒരു റൈറ്റ് ബേസ്ഡ് വെൽഫെയർ അണ്ടർമൈൻ ചെയ്യുന്നതിൻ്റെ അതർ ഫാക്ടേഴ്സ് എഴുതിയിട്ട് ഈ 3 രീതിയിൽ നമുക്കിതിന് പാർട്ട് ചെയ്യാൻ പറ്റും. സോ ഓരോ പാർട്ടിലും നമ്മൾ മേജറായിട്ട് എഴുതേണ്ടത്, ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റൽ സിലോസ് മൾട്ടി ഡയമെൻഷൻ ബട്ട് ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ഇൻഡിപെൻഡൻ്റ്ലി റെഡ്യൂസിങ് ദ ഇമ്പാക്ട് ഓഫ് സ്കീമിൻ്റെ ഇമ്പാക്ട്. സോ അതിന് എക്സാമ്പിൾ എഴുതാൻ പറ്റും. മാൽന്യൂട്രീഷൻ്റെ കാര്യം ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഹെൽത്ത്, ന്യൂട്രീഷൻ, സാനിറ്റേഷൻ, ഫുഡ് സെക്യൂരിറ്റി, ഇതൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്താൽ മാത്രമേ മാൽന്യൂട്രീഷൻ എന്ന് പറഞ്ഞൊരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റൂ. സോ ഇതിനെ അണ്ടർമൈൻ ഡിപ്പാർട്ട്മെൻറ്റൽ സിലോസ് അതൊരു പ്രോബ്ലമാണ്. പിന്നീട് പുവർ സെൻട്രൽ സ്റ്റേറ്റ് കോർഡിനേഷൻ കുറയില്ലേ ആ രീതിയിൽ നോക്കുമ്പോൾ, അപ്പോൾ അത് ആ പോയിന്റ് എഴുതാൻ പറ്റും. പിന്നെ ലോക്കൽ കൺവേർജൻസ്, സെൻട്രൽ സ്റ്റേറ്റ് ലോക്കൽ കൺവേർജൻസ്, സോ ഇതൊക്കെ ഇതിൻ്റെ പ്രോബ്ലമാണ്, നോൺ ഇൻ്റഗ്രേറ്റഡ് ഗവേണൻസിൻ്റെ പ്രോബ്ലമാണ്. സോ ഈ രീതിയിൽ നമുക്ക് ഓരോ പോയിന്റ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. പിന്നീട് അതിൻ്റെ പ്രോബ്ലം കറക്റ്റായിട്ട് നമ്മൾ ഈ രീതിയിൽ തന്നെ അതിൻ്റെ ഹെഡ് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിങ്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു കറക്റ്റ് ഒരു ലക്ഷ്യബോധത്തോടു കൂടി നമ്മൾ തിങ്ക് ചെയ്യും. സോ ആ ഒരു ഒബ്ജക്റ്റിവിറ്റി അവിടെ ആവശ്യമാണ്. നമ്മൾ പിന്നീട് നോക്കുമ്പോൾ ഓരോ സമയത്തും നമ്മൾ ക്വസ്റ്റ്യൻ്റെ ഓരോ പാർട്ട് അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ കറക്റ്റ് ഹെഡ് എഴുതി വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിലുള്ള രീതിക്ക് തന്നെ ഹെഡ് എഴുതുന്നതായിരിക്കും ബെറ്റർ. സോ ആ രീതിയിൽ നമുക്ക് ഈ ക്വസ്റ്റ്യനെ ചെയ്യാൻ പറ്റും. പിന്നീട് ഒരു 10 പോയിൻറ്റ്സ് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. ഇവിടെ നമ്മൾ 3 പാർട്ടായിട്ടാണ്. സോ ഒരു 6 പോയിൻറ്റ്സോളം എഴുതിയാൽ മതി, 6 or 7 പോയിൻറ്റ്സ് എഴുതിയാൽ മതി. പിന്നീട് അടുത്ത മിനിമൽ പബ്ലിക് സ്പെൻഡിങ്ങിലും ഒരു 6 പോയിൻറ്റ് എഴുതിയാൽ മതി. കറക്റ്റായിട്ട് മിനിമൽ പബ്ലിക് സ്പെൻഡിങ് എങ്ങനെ അണ്ടർമൈൻ ചെയ്യുന്നു എന്ന് നോക്കുമ്പോൾ ഇംപ്ലിമെൻറ്റേഷൻ ഗ്യാപ്പ് ഉണ്ടാകും. പൈസ ഇല്ലാതെ, ഇപ്പം ഫണ്ടില്ലാതെ നമുക്കൊന്നും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ പബ്ലിക് സർവീസ് ക്വാളിറ്റി, അതിന് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള, ക്വാണ്ടിറ്റി കുറയും ഒബ്വിയസ്ലി, ക്വാളിറ്റി കൂടെ കുറയും. നമ്മളതിൽ മായം ചേർക്കാൻ തുടങ്ങും. കറക്റ്റായിട്ടുള്ള ഫണ്ടിങ് ഇല്ലാതെ വരുമ്പോൾ നമ്മളതിൽ എന്താ പറയുക, വില കുറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ട്, ഫോർ എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, പബ്ലിക് ഹോസ്പിറ്റലൊക്കെ അണ്ടർ റിസോഴ്സ്ഡ് ആവും. ഇപ്പോൾ ബെഡിൻ്റെ ഒക്കെ എണ്ണം കുറയും, മാത്രമല്ല ക്വാളിറ്റി കുറയും. ഇപ്പോൾ ഡെയിലി ഇപ്പോൾ എന്താ പറയുക, മെഷീൻസ് ആണെങ്കിലും അതുപോലുള്ള കാര്യങ്ങളാണെങ്കിലൊക്കെ അവിടെ ക്വാളിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവും. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെഫിസിറ്റ്സ് അതുണ്ടാവും. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇനാഡിക്വേറ്റ് ക്ലാസ് റൂംസ്, ടോയ്ലറ്റ്സ്, ഇലക്ട്രിസിറ്റി. ഇപ്പോൾ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കാര്യം പറയുമ്പോൾ റൈറ്റ് ടു എഡ്യൂക്കേഷൻ റൈറ്റ് ടു എഡ്യൂക്കേഷൻ റിയലൈസ് ആവാതെ പോവുകയാണ് ഈ ഒരു കാര്യം കൊണ്ട്. സോ അങ്ങനെ അണ്ടർമൈൻ ചെയ്യുന്നു. അതുപോലുള്ള പോയിന്റ്സ് നമുക്കിവിടെ എഴുതാൻ പറ്റും. 10 പോയിന്റ്സ് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. 12 പോയിന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 12 പോയിന്റ്സ് എഴുതേണ്ട ആവശ്യമില്ല. ഒരു 6 പോയിന്റ്സ് എഴുതിയാൽ മതി. സോ പിന്നീട് അതർ ഫാക്ടേഴ്സിലും ഒരു 6 പോയിന്റ്സ് എഴുതി കഴിഞ്ഞാൽ ഈ ഒരു എക്സാമിന് ഈ ഒരു ക്വസ്റ്റ്യന് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ഡിമാൻഡ് അഡ്രസ്സ് ചെയ്തിട്ട് ആൻസർ എഴുതിയ പോലെ. ഇപ്പോൾ കറപ്ഷൻ ആൻഡ് ലീക്കേജ് അത് മറ്റ് ഫാക്ടറാണ്. ഇതിൽ രണ്ടിലും പറഞ്ഞിട്ടില്ലാത്ത കറപ്ഷൻ, അത് നമ്മുടെ റാമ്പൻ്റ് ആയിട്ടുള്ള കറപ്ഷൻ നമ്മുടെ സൊസൈറ്റിയിലെ ഒരു മെനൻസ് ആണ്. സോ പിന്നെ വീക്ക് അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റി, സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ, ഇതുപോലുള്ള പോയിന്റ്സ്, ലാക്ക് ഓഫ് അവയർനെസ് കുറവാണ് ഇതുപോലുള്ള കാര്യങ്ങളിൽ. അപ്പോൾ അതിന് എക്സാമ്പിൾ. സോ ആ രീതിയിൽ നമുക്ക് ഡോക്യുമെൻറ്റേഷൻ, പ്രൊസീജിയർ ബാരിയേഴ്സ്, ഡിജിറ്റൽ ഡിവൈഡ് അതുപോലുള്ള കാര്യങ്ങളുണ്ട്. സോ അതുപോലുള്ള ഒരു 5-6 പോയിന്റ്സ് എഴുതിയിട്ട് നമുക്ക് കറക്റ്റ് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ഡയഗ്രാം പോലെ കൊടുക്കാൻ പറ്റുമെങ്കിൽ അതും നല്ലതാണ്. ഫോർ എക്സാമ്പിൾ റൈറ്റ് ബേസ്ഡ് എങ്ങനെ വയലേറ്റ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇതിൽ കൊടുത്തിട്ടുള്ള മാൽന്യൂട്രീഷൻ്റെ നേരത്തെ പറഞ്ഞ കാര്യമുണ്ടല്ലോ. ഇപ്പോൾ ഇതിൽ ഫസ്റ്റ് സെക്ഷനിൽ നമ്മൾ മാൽന്യൂട്രീഷൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മാൽന്യൂട്രീഷൻ എന്ന് പറയുന്നൊരു അതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യണം. ഇപ്പോൾ അവരെ ഏതൊക്കെ മിനിസ്ട്രി, ഹെൽത്ത് മിനിസ്ട്രി, പിന്നെ വുമൺ ആൻഡ് ചൈൽഡ് മിനിസ്ട്രി, അപ്പോൾ ഫുഡ് സെക്യൂരിറ്റി, ഇതുപോലുള്ള ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ളൊരു അപ്രോച്ചാണ് ഇതിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ള രീതിയിൽ. സോ ഇത് നോൺ ഇൻ്റഗ്രേറ്റഡ് ആകുമ്പോൾ എന്താ സംഭവിക്കുക എന്നുള്ള കാര്യം നമുക്കൊരു ഡയഗ്രാം പോലെ വരച്ചു കൊടുക്കാൻ പറ്റും. സോ ഈ രീതിയിൽ നമുക്ക് ആ ആൻസറിനൊന്ന് എൻ്റർ ചെയ്യാനും പറ്റും. സോ ഇങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യന് കറക്റ്റായിട്ട് ഡിമാൻഡ് അഡ്രസ്സ് ചെയ്തിട്ട് ആൻസർ എഴുതേണ്ടത്. ഓക്കെ, താങ്ക് യു.